നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ധർമ്മം ചോദിച്ചു, അല്ല എന്താ ചേട്ടാ കാര്യം എന്താ, എന്തിനാ ബാലേട്ടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്ന് ചോദിക്കണം. അപ്പൊ കടയിലേക്ക് വന്നൊരു കസ്റ്റമറാണ് പറഞ്ഞത്, ബാലേട്ടനെയും മക്കളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്ന്. ആ ധർമ്മ, അത് പിന്നെയുണ്ടല്ലോ എന്തോ പരാതി കൊടുത്തെന്ന് അറിയാൻ കഴിഞ്ഞ. പരാതിയോ? എന്തു പരാതി? അത് ബാലേട്ടന്റെ മരുമോൾ എന്തോ പരാതി കൊടുത്തെന്ന്. ഗാർഹിക പീഡനാന്ന് തോന്നേ. അതിന്റെ പേരിലെ ബാലേട്ടനെ മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അങ്ങനെയോ? ദൈവമേ, അത് കള്ളപ്പരാതിയാണല്ലോ. അതൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇനി ഇപ്പം നിങ്ങൾക്ക് വെച്ചിട്ട് കയറ്റുമായിരിക്കും. ഇന്ദിരാ സ്റ്റോഴ്സിലേക്കായിരിക്കും ആൾക്കാർ ഇടിച്ചു കയറുന്നത്. കാരണം ബാലേട്ടൻ ഇനിയിപ്പോൾ കടയൊന്നും തുറക്കാൻ പോകുന്നില്ല. കടയൊക്കെ മിക്കവാറും പൂട്ടി പോകുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ കടയെ കച്ചവടം തുടങ്ങും. കൃത്യസമയത്ത് തന്നെ ധർമ്മൻ എന്താണ് കട തുടങ്ങിയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുനി ചോദിച്ചു, എന്താ ഏട്ടാ വേണ്ടതെന്ന് വെച്ചു. എനിക്കൊരു 5 കിലോ അരി വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പം എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വരണോട്ടോ സാധനങ്ങൾ മേടിക്കാനായിട്ട്. ഇവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിട്ടിയ സമയം മുതലാക്കുവാണ് സുകന്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അയാൾ സാധനം മേടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോൾ ധർമ്മൻ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേന് സുകന്യ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു. എന്താണെങ്കിലും ഇനിയിപ്പം ഗോമതി സ്റ്റോഴ്സ് പൂട്ടും. ഗോമതി സ്റ്റോഴ്സ് ഇനിയിപ്പം മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ നല്ല സമയത്ത് തന്നെ ഇന്ദിരാ സ്റ്റോഴ്സ് തുടങ്ങിയത്. ധർമ്മയുടെ ശുക്രദശ ഉദിച്ചെന്ന് പറഞ്ഞു. അല്ലേലും അവർക്ക് അങ്ങനെ തന്നെ കിട്ടേണ്ടത്. പറഞ്ഞ് തീരുവല്ല. ധർമ്മൻ അങ്ങോട്ട് പാഞ്ഞു തന്നു. എന്നിട്ട് അവളെ ഇങ്ങോട്ട് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് കാരണത്തിനിട്ട് ടപ്പേന്ന് പറഞ്ഞ ഒറ്റ ഒരെണ്ണം കൂടെ കൊടുക്കുകയാണ്. ആ സമയം സുകന്യ കർണം കുത്തിപ്പോയി. ധർമ്മം പറഞ്ഞു, കുറെ നാളായി ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നേ. ഈ കട തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയതാ നിന്റെ ഈ ഒരുമാതിരി വർത്താനം കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പൊ നീ ഇത് ചോദിച്ചു വാങ്ങിയതാന്ന് പറഞ്ഞു. എടി, അങ്ങനെ പൂട്ടാൻ പോകുന്ന കടയൊന്നും അല്ലടി ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ. അത് ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ചൊന്നും അല്ല. ഈ ധർമ്മം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞുകൊണ്ട് ധർമ്മം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ കാഴ്ച കണ്ടപ്പോ സുകന്യ മനസ്സിൽ വിചാരിച്ചു, നടന്നാ തന്നെ ചെല്ല് നല്ല ഒന്നാം തരം പരാതിയാന്ന് തോന്നുന്നു അവള് കൊടുത്തിട്ടിരിക്കുന്നേ. ധർമ്മ എണ്ണ ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്ക്. അകത്ത് കിടക്കട്ടെ. ബാലനും കുടുംബം എല്ലാരും കൂടി ഒന്നും പുറത്തിറങ്ങരുത്. അതായിരുന്നു സുകന്യയുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പം മീനുന്റെ ഫോണിലേക്ക് ആകാശ് വിളിക്കണം. അപ്പോഴേക്കും മീനു ഒരു ദേഷ്യമായി. മീനു ഓഫീസിലായിരുന്നു. ഇത് എവിടെയായിരുന്നു ആകാശ്? ഞാൻ എത്ര സമയം ഫോൺ വിളിച്ചോണ്ടിരിക്കണേ. ആകാശ് എന്താ കോൾ എടുക്കാത്തെ? അതെങ്ങനെയാ? കോള് കണ്ടാൽ തിരിച്ചു വിളിക്കാൻ അറിയത്തില്ലല്ലേ? അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, മീനു അതല്ല കാര്യം, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാ. പോലീസ് സ്റ്റേഷനിലോ? ആരൊക്കെ? ഞാനും ആര്യനും അച്ഛനും അമ്മയൊക്കെ. അതിന് നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങളെ പോലീസ് പിടിച്ചോണ്ട് പോയത്? കാര്യം എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആകാശ് കാര്യം പറയണത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനു ടെൻഷനായി. ശ്രീദേവി ചേച്ചി പരാതി കൊടുത്തെന്ന്. ശ്രീദേവി ചേച്ചിയുടെ കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഞങ്ങളെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ ഇത് കണ്ടു. എന്താ അവിടെ കാര്യം എന്താ? അതെ, പോലീസ് സ്റ്റേഷൻ വന്ന് ഇങ്ങനെ ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല. ഫോൺ വെക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ആകാശ് കോള് കട്ട് ചെയ്തു. മീനൊരു ആകെപ്പാടൊരു വെപ്രാളമായിപ്പോയി. ഇതേ സമയത്ത് കൃഷ്ണമംഗലത്തെ ഇന്ദിരാമ്മ തന്റെ മക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ അച്യുതൻ പറഞ്ഞു, അമ്മയ്ക്കറിയാലോ ഗോമതി സ്റ്റോഴ്സും ഈ വീടും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ എന്താന്ന് അമ്മയ്ക്ക്. നമുക്ക് ഒരു കാരണവശാലും അതിനകത്ത് പോയി ഇടപെടാനൊന്നും പറ്റില്ല. ബാലനിട്ടാണെങ്കിൽ ഒരു പണി കൊടുക്കണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. എന്താണെങ്കിലും അതങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദിത പറഞ്ഞു, അച്യുത, എൻ്റെ മോളും ഇത്രയുണ്ട് അവിടെ. കുട്ടികളെ വരെ അവർ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും അവരെ പോയി ഇറക്കിയാൽ മതിയാവുള്ളൂ. ഇന്ദിരാമ്മ പറഞ്ഞു, അതെ, നീ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ. ഒരിക്കലും ഗോമതിയും ബാലനും ഒന്നും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം, മകളെ പോലെയാണ് ആ ദേവീനെ അവർ കണ്ടത്. പക്ഷെ അവർ കള്ളപ്പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്ന് പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ സഹോദരന്മാരല്ലേ? അത് കേട്ടപ്പം അനന്തം പറഞ്ഞു, അച്യുതാ, നമുക്ക് വേണ്ട ഏട്ടനൊന്നും പറയണ്ട. അച്യുതന് ദേഷ്യമായിരുന്നു. അനന്തന് സ്റ്റേഷനിലേക്ക് പോകണമെന്നുണ്ട്, അവരെ ഇറക്കണമെന്നുണ്ട്. ഏട്ടനറിയാലോ ആ ലോകിനെ പോലീസ് പിടിച്ചോണ്ട് പോയത്. എത്ര ദിവസം അവൻ ജയിലിൽ കടന്നു. അപ്പോഴൊക്കെ എന്തായിരുന്നു ദേവമംഗലത്ത്. ഇപ്പൊ എന്താണ് ദൈവമായിട്ട് കൊടുത്താണ്. അവിടെ കിടക്കട്ടെ കുറച്ച് ദിവസം. പിന്നെ നമ്മള് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഗോമതി അന്ന് ബാലം കൂട്ടിക്കൊണ്ടു പോയ സമയത്ത് ഇനി അങ്ങനെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, തൽക്കാലത്തേക്ക് അവരോട് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു, എടാ അച്യുതൻ, നീ എന്തൊക്കെയാ പറയണേ? രാജശ്രീ പറഞ്ഞു, അമ്മേ, അലോക് അന്നൊക്കെ അനുഭവിച്ച വേദന എന്താന്ന് നമുക്കറിയാലോ. അവനും അകത്ത് കിടന്നല്ലേ, വെറുതെ എന്തിനാ
നമ്മളായിട്ട് അതിനകത്ത് ഇടപെടാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അതും പറഞ്ഞിട്ട് അച്യുതനും രാജശ്രീയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും വല്ലാത്തൊരു വിഷമമായി നന്ദിതയ്ക്ക്. നന്ദിത വന്നിട്ട് അനന്തനോട് പറഞ്ഞു, അനന്തേട്ടാ ഇത് നമ്മുടെ മോളാ കിടക്കുന്നേ, നമുക്കൊരു കാര്യം ചെയ്യാം, പോകാം അങ്ങോട്ടേക്ക്, അനന്തേട്ടനോടൊപ്പം ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അനന്ത പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ട, ഞാൻ ഒരു നല്ല അഡ്വക്കേറ്റിനെ കാണാം, അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിക്കാം, അവർ തമ്മിൽ കോംപ്രമൈസ് ആകുമെന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് പോയി ഇടപെടാമെന്ന് പറഞ്ഞു. ഇന്ദിരാമ്മയ്ക്ക് വിഷമമായി. ഇന്ദിരാമ്മ പറഞ്ഞു, ദൈവമേ എൻ്റെ ഭഗവാനെ, എൻ്റെ മക്കള് പോകത്തില്ലാന്ന് തോന്നേ, അങ്ങനെയാണെങ്കിൽ ഭഗവാനെ നീ മാത്രമേ ഉള്ളൂ തുണ, അവരെ കാത്തോണേ. ഇന്ദിരാമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ മീനു സ്റ്റേഷനിലേക്ക് ഓടി വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ട് അകത്തങ്ങനെ നിൽക്കുന്നേ. മീനു നേരെ ഗോമതിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മീനു അവളിങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല, അവൾ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. അപ്പോഴേക്കും മീനു പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക, അതെ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, മീനു ഇത് കള്ളപ്പരാതി അവൾ കൊടുത്തിരിക്കുന്ന, അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാത്തിനും ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ പെടത്തില്ല, എല്ലാത്തിനും ഞാൻ വെട്ടിയരിയോളെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എഴുന്നിട്ട് പറഞ്ഞു, ഉണ്ടായിരുന്നോടെ ഇത് പോലീസ് സ്റ്റേഷനാണെന്നുള്ള കാര്യം ഓർമ്മ വേണം, എങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനായിരിക്കും നിങ്ങൾക്കിട്ട് കിട്ടാൻ പോണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദന്റെ അടുത്ത് ചെന്നിട്ട് മീനു പറഞ്ഞു, ആനന്ദേട്ടൻ ഇങ്ങനെയൊന്നും പറയല്ലേ, ആനന്ദേട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കുക, കാരണം ദേവി ചേച്ചി ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലാന്നോ? അതെ, ദേവി ചേച്ചിയല്ല, ശ്രീകലാന്റിയും അതുപോലെ തന്നെ ഉദയഭാനു അങ്കളും കൂടെ ചേർന്നിട്ടുള്ള കളികളായിരിക്കും ഇത്, ദേവി ചേച്ചിക്ക് ഒരിക്കലും ഇതിന് സാധിക്കില്ല. മീനു നിനക്കറിയത്തില്ലാത്തോണ്ട് അവളുടെ സ്വഭാവം, അവൾ ഇതിലപ്പുറവും ചെയ്യൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അത് ശരിയാ, അതല്ലേ എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്നേ. അപ്പോഴേക്കും ആകാശിന്റെ അടുത്തേക്ക് മീനു എന്നിട്ട് പറഞ്ഞു, ആകാശ് അതൊന്നും പറയല്ലേ, അല്ല ആകാശിനെ അവർ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോ? ഇല്ല, എങ്കിൽ പിന്നെ ഇതേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയരുത് കേട്ടോ, വെറുതെ അവർ ദേഹത്ത് കൈവെക്കും. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, പിന്നെ അങ്ങനെയൊന്നും കൈവെക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ആട്ടുസൂമ്പ് ഉണ്ടായിക്കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആകാശിന് ചിരി വന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മോളെ ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, അവര് പണി തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചുറപ്പായിട്ട് ഗോമതി പണി കൊടുക്കും. അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ദേവി ചേച്ചി ഇങ്ങനെ ചെയ്യൂന്ന്. ദേവി ചേച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മോളെ എനിക്ക് ഒത്തിരി വിശ്വാസമായിരുന്നു അവളെ ചതിക്കില്ല, കാരണം അവൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ അവളിലുള്ള എൻ്റെ വിശ്വാസം മൊത്തം പോയി, ഇനി ഒരിക്കലും അവളെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്ന് കരുതിയിരുന്ന, പക്ഷെ എൻ്റെ ആ പ്രതീക്ഷകളെല്ലാം ആണ് അസ്തമിച്ചു പോയത്. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. അമ്മ അങ്ങനെയൊന്നും പറയരുതമ്മേ. ഇല്ല മീനു, നിനക്കറിയത്തില്ലാത്തോണ്ടാ, ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളൂ, എന്നിട്ടാണ് അവൾ എന്നോട് ഈ ചതി ചെയ്തത്. ഈ ഗോമതിയെക്കുറിച്ച് ശരിക്കും അറിയില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, മീനു നിനക്കറിയാലോ, അവളാണ് ശരിക്കും എൻ്റെ അടുത്ത് കള്ളത്തരം കാണിച്ചേ, എന്തൊക്കെ കാര്യങ്ങൾ അവൾ എന്നോട് കള്ളത്തരം പറഞ്ഞേ. അവള് വലിയ പഠിപ്പുള്ളവളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ അതൊന്നുമില്ലായിരുന്നു. എന്നിട്ട് എന്തായ കാര്യങ്ങളൊക്കെ? അതെന്താ? മീനു പറഞ്ഞു, സാരമില്ല ആനന്ദേട്ട അതൊക്കെ വിട്ടുകള, ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. ഒരിക്കലും ദേവി ചേച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. മീനു, ഞാൻ സഹിക്കാവുന്നതിന് മാക്സിമം സഹിച്ചു, അതിനുശേഷം എല്ലാവരുടെയും ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേ. ഞാനും ഒരാണല്ലേ, എനിക്കും ഇല്ലേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ, ഞാൻ എത്രമാത്രം സഹിച്ചിട്ടാണെന്നറിയാവോ? അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മീനു ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഞാൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല, അവൾക്കെതിരെ ഞാനും പരാതി കൊടുക്കാൻ പോവാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഗോമതി സ്റ്റോഴ്സ് ഗോമതിയുടെ മക്കളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കണക്ക് ഞാൻ പറയിപ്പിച്ചിരിക്കും അവരെ കൊണ്ട്. അല്ല, അവളുടെ അമ്മ അങ്ങനെയല്ലേ പറഞ്ഞത്, അതുപോലെ തന്നെ തിരിച്ച് ഞാനും അങ്ങനെ തന്നെ പറയുവാണ്. ഞാനും വെറുതെ വിടാൻ പോകുന്നില്ല, ഇത് ഗോമതിയുടെ ശബ്ദമാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനുവിന് ഒരു കാര്യം മനസ്സിലായി, അമ്മയ്ക്ക് അത്ര കട്ടക്കലിപ്പ. ശ്രീദേവിയേച്ചിക്കാണെങ്കിൽ വരാനുള്ള ഏക പ്രതീക്ഷ അതും കൂടെ നഷ്ടപ്പെടാൻ പോവുക എന്നൊരു ചിന്തയാണ് മീനുവിന് മനസ്സിലുണ്ടായി. പെട്ടെന്ന് മീനു പറഞ്ഞു, അതെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ CA എന്ന് കയറി കണ്ടിട്ട് വരാം. അതെ, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ, ഇവിടെ നിന്ന് വെറുതെ അലമ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരിവിടെ പിടിച്ചെടുത്തോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദേവി നേരെ CAയുടെ മുന്നിലേക്ക് വന്നു. അങ്ങനെ CA മാഡം, ദേവിയല്ല മീനു CA മാഡത്തിന് മുന്നിലേക്ക് വന്നു. മീനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി എന്താ പരാതിയായിട്ട് വന്നാണോ, ബായി ഇരിക്കാനൊക്കെ പറഞ്ഞു. പരാതി തരാൻ വന്നല്ല മാഡം, പിന്നെയോ ഞാൻ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടിരിക്കില്ലേ ഗോമതി സ്റ്റോഴ്സ് ബാലിൻ്റെ കുടുംബത്തിൻ്റെ
ആ കുടുംബത്തിലൊരു അംഗമാന്ന് പറഞ്ഞു. അംഗമോ? അതെ, ഞാൻ ഗോമതിയുടെ മരുമോളാന്ന് പറഞ്ഞു. ഓ, അതാണോ? അവരെ കുറിച്ച് സംസാരിക്കാൻ വന്നായിരിക്കും. എനിക്ക് സമയമില്ല, ഞാൻ ഇത്തിരി തിരക്കിലാന്ന് പറഞ്ഞു. മാഡം അങ്ങനെ പറയരുത്, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ മാഡം കേൾക്കണം. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല മാഡം, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? വ്യക്തമായ പരാതിയുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മാഡം അങ്ങനെയൊന്നുമല്ല സത്യം. ഞാൻ ആ വീട്ടിൽ മരുമകളായിട്ട് വന്നിട്ട് വർഷങ്ങളായി. പക്ഷെ എനിക്ക് ഇന്ന് വരെ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ എന്നെ ആരും പീഡിപ്പിച്ചിട്ടോ ഒരു ചീത്തവാക്ക് പറയുകയോ ചെയ്തിട്ടില്ല. അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെയാ. പിന്നെ എങ്ങനെ ഇത് ശരിയാകും? ദേവി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് കള്ളപ്പരാതിയാ മാഡം. ദേവി ചേച്ചി അച്ഛനും അമ്മയൊക്കെ ചെയ്തതാ. അപ്പോഴേക്കും സിഐ പറഞ്ഞു, ഞങ്ങൾക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. മാഡം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി സത്യമെന്ന് പറയണേ? ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാനൊരു മരുമോളാണല്ലോ. അത് പിന്നെ നിങ്ങൾ സർക്കാർ ജോലിക്കാരിയല്ലേ, നിങ്ങൾക്ക് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. മാഡം എനിക്ക് സർക്കാർ ജോലിയുണ്ട്. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ വേറൊരു മരുമോളുണ്ട് മിത്ര, അവർക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നിട്ട് അവൾക്ക് അവിടെ എന്താ പ്രശ്നം ഇരിക്കുന്നേ? ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല മാഡം ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കാൻ പറഞ്ഞു. സിഐ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് മീനാക്ഷി ശ്രമിക്കണം. മീനാക്ഷിക്ക് അറിയാം ശ്രീദേവി ഒരിക്കലും ചെയ്യത്തില്ല. പക്ഷേങ്കിൽ ഇതിന്റെ പിന്നില് ഉദയഭാനു ശ്രീകലയാന്നുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.